ജാതിക്കോളം ഒഴിവാക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരിമഠം മുൻ ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇക്കാര്യം ധരിപ്പിച്ചു കഴിഞ്ഞുവെന്നും സ്വാമിജി പറഞ്ഞു. യോഗനാഥം ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. അപേക്ഷകളിലും സർട്ടിഫിക്കറ്റിലുമടക്കം ജാതിക്കോളം എടുത്തുമാറ്റണമെന്ന ശക്തമായ നിലപാടാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരിമഠം മുൻ ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾക്കുള്ളത്. ഞാനത് ചോദിച്ചു, പൊതുവേദിയിൽ ഞാനത് പറഞ്ഞു, മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, എന്തുകൊണ്ട് ശക്തമായ ഒരു നിലപാട് ആ ഒരു തലത്തിൽ എടുത്തുകൂടാ? അപ്പോൾ നമ്മളുടെ ജാതി കോളം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തലമുറ കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു തീവ്രത കുറയും. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് ആലോചിക്കാമെന്നാണ്. കാരണം ഇവിടെ ഏത് പാർട്ടി ഭരിച്ചാലും അവർക്ക് അവരുടെ വോട്ട് എന്ന് പറയുന്നത് ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ്, അതല്ലാതെ ജനാധിപത്യ രീതിയിലല്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഭരിക്കുന്നവരും പൊളിറ്റീഷ്യൻസും കൃത്യമായി അതിനകത്തൊരു ശക്തമായി ഇടപെടലുകൾ നടത്തിയില്ല എങ്കിൽ ഒരിക്കലും ഇത് മാറില്ല, ഇത് കൂടുകയുള്ളൂ. അപ്പോൾ ഓരോ ആളുകളെ പോക്കറ്റിലാക്കാൻ വേണ്ടി, അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി മാത്രമാണ് അവരാണിത് സംരക്ഷിക്കുന്നത്. ജാതിക്കോളം വിദ്യാഭ്യാസ രംഗത്തും പ്രശ്നമുണ്ടാക്കുന്നതായും സാന്ദ്രാനന്ദ സ്വാമികൾ വിലയിരുത്തി. കുട്ടികളെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് ശരിക്കും. ഒരു പഠിക്കുന്ന 10ാം ക്ലാസ്സിലായാലും ശരി, പ്ലസ് 2-ലായാലും അവർ ഒരു പ്രത്യേക മാർക്ക് അവർ ഗവൺമെൻറ് കൊടുക്കുക. അപ്പോൾ പഠിച്ച കുട്ടികൾ അവിടെ മഠയന്മാരാവുകയാണ്. പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു മാർക്ക് സപ്പോർട്ടിംഗ് മാർക്ക് കൊടുക്കുമ്പോൾ അവനെ ശരിക്കും നമ്മൾ ചതിക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു നിലപാടൊക്കെ എന്തുകൊണ്ടാണ് ഇവരെടുക്കുന്നത്? ഏത് പാർട്ടി ഭരിക്കുമ്പോഴും തീർച്ചയായിട്ടും അതിനൊരു അവരുടെ അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു അജണ്ടയുണ്ട്. അതല്ലാതെ ജനങ്ങളുടെ നന്മ എന്നുള്ള രീതിയിൽ അവർക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾക്ക് നിഷ്പക്ഷമായി വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനും അതുകൊണ്ടാണ് പറയുന്നത്, ഇത് അറിവ് നിങ്ങൾ പകർന്ന് കൊടുക്കുക, എന്നിട്ട് ഗവൺമെൻറ് തലത്തിൽ ജാതിക്കോളം ഇല്ലാതാക്കുക. അങ്ങനെ വരുമ്പോൾ 2-3 തലമുറ കഴിയുമ്പോൾ ഇതിൻ്റെ കാഠിന്യം കുറയുന്നു. യോഗനാഥം ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് സാന്ദ്രാനന്ദ സ്വാമികൾ വിപ്ലവകരമായ നിലപാട് പറഞ്ഞത്. ഗുരുദേവ ദർശനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടാണ് സ്വാമിജി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ജാതീയമായ വേർതിരിവ് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് സ്വാമിജി. സംവരണത്തിലുപരി പഠിച്ച് മാർക്ക് നേടുന്നവർക്ക് അംഗീകാരം കിട്ടണമെന്ന സ്വാമിജിയുടെ നിലപാടും സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. സവർണ വിഭാഗത്തിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉയർച്ചയെക്കുറിച്ചും സമൂഹം ചിന്തിക്കണമെന്ന ഉപദേശവും സാന്ദ്രാനന്ദ സ്വാമികൾ നൽകുന്നു. യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം.